ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനിധ്യൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടി. നമ്മുടെ പുതിയ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ELSS അഥവാ ടാക്സ് സേവിങ് ഫണ്ടുകളെ കുറിച്ചാണ്. എന്താണ് ELSS അഥവാ ടാക്സ് സേവിങ് ഫണ്ടുകൾ? എന്താണ് അതിൻ്റെ സവിശേഷത? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2023 കണക്കനുസരിച്ചിട്ട് പല ടാക്സ് സേവിങ് ഫണ്ടുകളും 35% വരെ ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ശരാശരി റിട്ടേൺ 35% വരെ നൽകിയിട്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് നമുക്ക് ടാക്സ് ഇളവ് നൽകുന്നുണ്ട്. മറ്റ് ഫണ്ടുകൾ നൽകുന്ന പോലെ നമുക്ക് ടാക്സ് ഇളവ് ഇതിന് നൽകേണ്ടതില്ല. ചെറിയൊരു ശതമാനം മാത്രം, വളരെ ചെറിയ ശതമാനം മാത്രം ടാക്സാണ് അതിന് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത്. അതൊരു നിശ്ചിത ശതമാനം ലാഭത്തിന് മുകളിൽ പോകുമ്പോൾ മാത്രമേ അതിന് ഇങ്ങനെ ടാക്സ് കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടാക്സ് ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ടാക്സ് വളരെ കുറഞ്ഞു കിട്ടുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ ഫണ്ടിനെ സവിശേഷമാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഫണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഈ ഫ്ലെക്സി ക്യാപ്പുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള കമ്പനികൾ, ഇപ്പോൾ ലാർജ് ക്യാപ്പായാലും മിഡ് ക്യാപ്പായാലും സ്മോൾ ക്യാപ്പായാലും ഇഷ്ടമുള്ള കമ്പനികളുടെ ഷെയറുകൾ, സ്റ്റോക്കുകൾ ഈ AMC കമ്പനിയുടെ മാനേജർമാർക്ക് വാങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഒരു അനുമതിയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഫണ്ട് കമ്പനികളിൽ സ്റ്റോക്കുകൾ നിക്ഷേപിക്കാം. ഉദാഹരണത്തിന് ഇതിൻ്റെ മാർക്കറ്റിൻ്റെ സാമ്പത്തിക കാലാവസ്ഥ പരിസ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് അത് ഇങ്ങനെ മാറ്റം വരുത്താൻ കഴിയുമ്പോൾ അത് ഗുണം ചെയ്യും. നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ ഈ മൾട്ടി ക്യാപ്പ് കമ്പനികളിലൊക്കെ ചില നിബന്ധനകൾ ഗവൺമെൻറ് കൊണ്ടുവന്നായിരുന്നു. കഴിഞ്ഞൊരു 3-4 വർഷം മുമ്പേ, 5 വർഷം മുമ്പ് കൊണ്ടുവന്ന നിബന്ധനകൾ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം. അതായത് ഈ ഇത്ര ശതമാനം ലാർജ് ക്യാപ്പിൽ ഇടണം, ഒരു 20% ഇടാൻ പറ്റുള്ളൂ. അതുപോലെ സ്മോൾ ക്യാപ്പിൽ 25% മിനിമം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ 25% സ്മോൾ ക്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അത് നിക്ഷേപകർക്ക് നഷ്ടം വരുത്തും. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് കമ്പനികളൊക്കെ വലിയ വോളാറ്റിലിറ്റിയിലേക്ക് പോകുമ്പോൾ, വലിയ താഴോട്ട് വരുമ്പോൾ ചെറുകിട കമ്പനികളാണല്ലോ താഴോട്ട് പോകുന്നത് കൂടുതലായിട്ടും. അപ്പോൾ ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഫണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അതിനെ മറികടക്കാൻ പിന്നീട് ഫ്ലെക്സി ക്യാപ്പുകൾ കഴിഞ്ഞ 1 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ഫ്ലെക്സി ക്യാപ്പുകൾ ഫണ്ടുകൾ വന്നു. HDFC ഫ്ലെക്സി ക്യാപ്പ് വലുത്. അവർക്ക് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ക്യാപ്പുകൾ തിരഞ്ഞെടുക്കാം, ലാർജോ മിഡോ, അതിൻ്റെ സാമ്പത്തിക മാർക്കറ്റിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചിട്ട്. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ELS കമ്പനികൾ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ ഇഷ്ടമുള്ളപ്പോൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാനുള്ള അനുമതിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് നിക്ഷേപകർക്ക് നല്ല ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ ടാക്സ് സേവിങ് മെത്തേഡുകളും ഉള്ളതുകൊണ്ട് അതിൻ്റെ ടാക്സ് ആനുകൂല്യങ്ങളും കിട്ടും. ഇത് രണ്ടുമാണ് ഈ ഫണ്ടിനെ സവിശേഷമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫണ്ടുകളുടെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. എന്താണ് ഇതിൻ്റെ ഈ ഫണ്ടുകളുടെ പ്രത്യേകത? അപ്പോൾ നമുക്കൊരു 5 ഫണ്ടുകളെ കുറിച്ച് പറയാം. മികച്ച ടോപ്പ് പെർഫോമിങ് 5 ELSS ഫണ്ടുകൾ. അതിലും കൂടുതൽ ഫണ്ടുകളുണ്ട്, 5-10 ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ സമയപരിമിതി ഒക്കെ കാരണം നമുക്ക് ഒരു 5 എണ്ണം തിരഞ്ഞെടുത്തൊരു 5 എണ്ണത്തിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് കേൾക്കണം. ഇത് മുഴുവനായിട്ട് ലാസ്റ്റ് വരെ കേട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ, നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാം എന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഒപ്പം ഞാൻ പറയട്ടെ, ഇത് ഒരു നിക്ഷേപത്തിനുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ അല്ല. നമ്മളുടെ കുറേ കൊല്ലത്തെ 20 വർഷത്തിന് മേലുള്ള റിസർച്ചിൻ്റെ ഒക്കെ വിവിധ ബ്രോക്കറേജ് കമ്പനികളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റ് റിസർച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് നമ്മൾ തരുന്നത്. അത് 5 സർട്ടിഫിക്കറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് NSEയുടെ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ സ്വന്തം റിസർച്ചിലും സ്വന്തം താല്പര്യത്തിലുമാണ് നിക്ഷേപം നടത്തേണ്ടത്. നിങ്ങളുടെ ഫണ്ടും ബ്രോക്കേഴ്സുമായിട്ടോ വിദഗ്ധന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുക. എന്നിരുന്നാലും ഇത് നല്ല ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളായതുകൊണ്ട് റിസ്ക് കുറവാണ്. ടാക്സ് സേവിങ് ഫണ്ടുകളായതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്. അതാണ് ടാക്സ് സേവിങ് ഫണ്ടിൻ്റെ പ്രത്യേകത.
ഇപ്പം മറ്റൊരു അതിൻ്റെ ലോക്കപ്പ് പീരീഡ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഫണ്ടിൽ എപ്പോഴും നിക്ഷേപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മാർച്ച് 31 മുമ്പായിട്ട് നിക്ഷേപിച്ചാൽ നല്ലതാണ്. മാർച്ച് 31 മുമ്പായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ വർഷത്തെ ആനുകൂല്യം കൂടി നമുക്ക് കിട്ടും, ആ വർഷത്തെ ടാക്സ് ആനുകൂല്യം കൂടി നമുക്ക് കിട്ടും. ഇത്തരം ഫണ്ടുകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ, ഒരു 35% വരെ നേട്ടം തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഒരു 10,000 രൂപ വീതം SIP ചെയ്തിരുന്നെങ്കിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ, അത് ഇപ്പോൾ ഒരു 13,543 13,543 ആയിട്ട് ഉണ്ടാവും. അതിനും വളർച്ച അതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാർഷിക റിട്ടേൺ ആണെങ്കിൽ അതാത് വർഷത്തെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള 33.44% ശരാശരി 5 വർഷത്തെ റിട്ടേൺ ആണ് 35% ഉള്ളത്. പിന്നെ ഇതിനൊരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ലോക്കിംഗ് പീരീഡ് മറ്റ് ഈ ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലോക്കിംഗ് പീരീഡ് ഇല്ല. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റിലൂടെ 2% പോകും. പക്ഷെ ഇതിന് ലോക്കിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ടാക്സ് സേവിങ് ഫണ്ടുകൾക്കും ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബാങ്ക് FD, അത് ടാക്സ് സേവിങ് ബാങ്ക് FDകളുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ ടാക്സ് സേവിങ് നിക്ഷേപങ്ങളുണ്ട്. ഇതിലൊക്കെ 5 കൊല്ലമാണ് അതിൻ്റെ ലോക്കിംഗ് പീരീഡ്. അതേ സമയത്ത് PPF ആണെങ്കിൽ ഇത് ഫണ്ടുകളുണ്ട്, പെൻഷൻ ഫണ്ടുകൾ, അതിന് 15 വർഷമാണ് ലോക്കിംഗ് പീരീഡ് ഉള്ളത്. പക്ഷെ ഈ ഒരു ടാക്സ് സേവിങ് ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ. അത് ഇതിനെ കൂടുതൽ സവിശേഷമാക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൂചിപ്പിച്ചില്ല, ഇക്വിറ്റി ബേസ്ഡ് ആണത്. ഇക്വിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ബോണ്ടുകൾ പോലെയല്ല, ബോണ്ടുകൾ അങ്ങനെ വളർച്ച ഉണ്ടാവില്ല. ഗവൺമെൻറ് ബോണ്ടുകളാണെങ്കിലും മറ്റ് ഡെപ്പോസിറ്റ് സ്കീമുകളാണെങ്കിലും നാഷണൽ സേവിങ്സ്, ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം വളർച്ച ഉണ്ടാവില്ല. പക്ഷെ ഇക്വിറ്റി ബേസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇപ്പോൾ 21,500 ആയിട്ട് നിഫ്റ്റി മാറിയിട്ടുണ്ട്. നേരത്തെ 12-ലും 14-ലും ഒക്കെ കിടന്നിരുന്നത് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വിദേശ കമ്പനികൾ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലോണം വരുന്നുണ്ട്. ഇടയ്ക്ക് അവർ വിറ്റ് പോകുമെങ്കിലും അത് അവർ പോകുന്നതല്ല, ലാഭം എടുക്കുന്നതാണ്. ലാഭം എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മാർക്കറ്റ് ഒരു അനുകൂല കാലാവസ്ഥയിലേക്ക് നിക്ഷേപിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വരും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ കമ്പനികളിലൊക്കെ ഇപ്പോൾ 2023 ഡിസംബറിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നമുക്ക് എല്ലാ കാലത്തും കാണാം, എപ്പോഴും നോക്കാം, അനലൈസ് ചെയ്യാം. ഏറെക്കുറെ ഒരു സമാന രീതികളിൽ തന്നെയാണ് ഇത് പോകുക. എന്ന് വെച്ചിട്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതും അതിനെ അനാലിസ് ചെയ്യാൻ ഗുണം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ലാർജ് ക്യാപ്പ് കമ്പനികളിലേക്കൊക്കെയാണ്, പ്രത്യേകിച്ചും ഈ IT കമ്പനികൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഫേം, ഇതൊക്കെയാണ് ഇപ്പോൾ വിദേശ നിക്ഷേപകർക്ക് താല്പര്യമായിട്ടുള്ളതെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അവരുടെ ഇനിയിപ്പോൾ പുതുവർഷം വരുമ്പോൾ 2024 ആകുമ്പോൾ അവരുടെ ഒരു പണം ഒഴുക്കുണ്ടാവുകയായിരിക്കും, ഒരു ക്യാഷ് ഫ്ലോ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനോടൊപ്പം നമുക്ക് ചേർന്നിട്ട് നിക്ഷേപങ്ങൾ ചെയ്യാം, പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും കാര്യങ്ങൾ, കുറച്ച് ഫണ്ടുകളെ കുറിച്ച് നമുക്ക് ഇതിൽ പറയാം. നമുക്ക് ഇപ്പോൾ ഇതിൽ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ടുകളെ കുറിച്ച് നമുക്ക് 4-5 കുറിച്ച് നമുക്ക് പറയാം. അതിലൊന്ന് ക്വാണ്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു ഫണ്ടാണ്. ക്വാണ്ട് ടാക്സിൻ്റെ AUM എത്രയെന്ന് വെച്ചാൽ 4,957 ഇപ്പോഴത്തെ ഒരു AUM ഉള്ളത്. റിട്ടേൺ ഉണ്ടായിട്ടുള്ളത് 34.49% റിട്ടേൺ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ. അപ്പം ഇതിൻ്റെ AUM എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ AUM എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്നാണ് അതിൽ പറയുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴേ ഒരു AMC കമ്പനി, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ടാണ് ഈ ഒരു പ്രത്യേക ഫണ്ടിൻ്റെ. ഇപ്പോൾ ഓരോ ഫണ്ടുകൾക്കും വെവ്വേറെ ഫണ്ട് ഉണ്ടാവും അവരുടെ അടുത്ത്. ഇപ്പോൾ മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഇൻഡെക്സ് ഫണ്ട്, ഏത് ഫണ്ടിനാണേലും ആ ഫണ്ടിന് അവർക്കൊരു നിശ്ചിത തുക അവരുടെ കയ്യിലുണ്ടാവും. ആ ഫണ്ടിന് മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഈ കമ്പനിക്ക് നമ്മൾ സൂചിപ്പിച്ചത് ക്വാണ്ടിൻ്റെ അടുത്തുള്ളത് 4,957. എന്താണ് ഇതുകൊണ്ട് ചെയ്യുന്നത്? ഈ ഫണ്ട് ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും.
ഈ ഫണ്ടിൽ അപ്പുറത്തേക്ക് ഇവർക്ക് വാങ്ങിക്കാൻ അവരുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. അതിന് ആളുകൾ കൂടുതൽ നിക്ഷേപിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ശരാശരി കാലങ്ങളിൽ ഇത് കൂടിയും കുറഞ്ഞിരിക്കും, പക്ഷെ വലിയ വ്യതിയാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫണ്ടുകളിൽ താഴോട്ട് വരികയാണ്, അവരുടെ ഫണ്ട് കുറഞ്ഞു വരികയാണെങ്കിൽ അവരുടെ അടുത്ത് കാശ് കുറയുന്ന അവരുടെ ബിസിനസ് മോശമാകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് ഫണ്ട് കൂടി വരികയാണെങ്കിൽ അത് വളർച്ചനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ വാങ്ങിക്കേണ്ട അവസരത്തിൽ ഇവർക്ക് വാങ്ങിക്കണം, അവരുടെ കയ്യിൽ കാശ് വേണം. അപ്പോൾ ഈ ആളുകളുടെ കാശ് കൂടുതലായിട്ടുള്ള കമ്പനികളിൽ, അതായത് ഏറ്റവും ചിന്തിക്കുന്നത് ഒരു 1000 കോടി രൂപയിലധികം 1000 കോടി രൂപയിലധികം എയും എയും ഉള്ള കമ്പനികളിലാണ് നമ്മൾ ആ കമ്പനികളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത്. അത്തരം കമ്പനികൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് HDFC ആണെങ്കിൽ അവരുടെ വലിയ തോതിൽ ഫണ്ട് ഉണ്ടാവും. അതേപോലെ ഇത് 10,000 മുകളിലൊക്കെ 10,000 കോടിയുടെ മുകളിലൊക്കെ അവരുടെ അടുത്ത് ഫണ്ട് ഉണ്ടാവും. ICICI ആണെങ്കിലും അത്രയും ഫണ്ട് ഉണ്ടാവും, SBI ആണെങ്കിലും ഫണ്ട് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ അത് ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കൂടുതൽ നിക്ഷേപിക്കുന്നത്. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ AUM 860 അത് 1000 താഴെയാണ്. പക്ഷേ അത് കുഴപ്പമില്ല, പെർഫോം ചെയ്യുന്നത് വളർന്നു വരുന്നതാണ്. പക്ഷെ നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അവർ. 26.31% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ബന്ധൻ ബാങ്ക് ELSS ആണ്. ബന്ധൻ ബാങ്ക് ELSS ടാക്സ് സേവർ എന്നാണ് അതിന് പറഞ്ഞത്. ബന്ധൻ ബാങ്ക് ELSS ടാക്സ് സേവർ. ഇവരുടെ അടുത്ത് ഉള്ള AUM എന്ന് പറഞ്ഞാൽ 5,040 ഇവരുടെ AUM. 5,040 കോടി അവർക്ക് അസറ്റ് ഉണ്ട്, ഫണ്ട് ഉണ്ട് അവരുടെ കയ്യിൽ. 0.7% അവർ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ HDFC ELSS ടാക്സ് സേവറാണ്. HDFC ELSS ടാക്സ് സേവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ 11,272 ഇവരുടെ AUM ഉള്ളത്. റിട്ടേൺ ആകട്ടെ 23.82%. ഇനി അടുത്തത് SBI ലോങ് ടേം ഇക്വിറ്റിയാണ്. അതൊരു ടാക്സ് സേവ് ഫണ്ടാണ്. SBI ലോങ് ടൈം ഇക്വിറ്റിക്കാരുടെ അടുത്തും SBIയുടെ ആണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് 11,000 മുകളിൽ അവരുടെ അടുത്തും ഫണ്ടുണ്ട്. 24.47 അവരുടെ ലാഭവിധം. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചാർട്ട് പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്ന് നമുക്ക് കണ്ടെത്താം. ഒപ്പം പറയട്ടെ, നിങ്ങളിത് വെറുതെ കണ്ടുപോയാൽ പോരാ. നമ്മളുടെ ഒരു യജ്ഞമുണ്ട്, നമ്മളുടെ ഒരു പ്ലാനിങ് ഉണ്ട്. അതായത് ഈ സാമ്പത്തിക സാക്ഷരത ആളുകളിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ ആളുകൾ തിരിച്ചു പോകുമ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ ഒന്നും ഉണ്ടാവാറില്ല. അവർ വെറും കൈയോടെ മടങ്ങുന്നതുമായ ഇതിന് പോലും നാട്ടിൽ വിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നുള്ളൊരു വരുമാനം ഉണ്ടാവും. പെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കല്ലേ ഇപ്പോൾ പെൻഷനും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പെൻഷൻ പ്ലാനിൽ ചേരണം. ഇത് രണ്ടും ഇല്ലാത്ത ആളുകളാണ് കൂടുതലും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തുക അവരുടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മന്ത്ലി SIP ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയുള്ള സാമ്പത്തിക സാക്ഷരതാ യജ്ഞമാണ്. അപ്പോൾ നിങ്ങളതിൽ പങ്കുചേരണം. നിങ്ങളതിൽ പങ്കുചേരുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. അതിങ്ങനെ നിങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയും. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അത് നമ്മൾ മറ്റുള്ളവരെ കൂടി സഹായിക്കുക എന്നുള്ളത് ാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ചാനലിനൊരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അതിന് നിങ്ങൾ ഭാഗഭാക്കാവാൻ നിങ്ങൾക്ക് കഴിയും. അതിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇനി തുടർന്ന് നമുക്ക് ഇതിൻ്റെ ചാർട്ടുകൾ എങ്ങനെയൊക്കെയാണ് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ELSS ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചാർട്ടുകൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിൻ്റെ ഫണ്ടിലേക്കാണ് പോകുന്നത്. കോണ്ട് ELSS ടാക്സ് സേവർ ഫണ്ടാണ്. ഗ്രോത്ത് ആണ്, ഡയറക്റ്റ് ആണ് നമ്മൾ എടുത്തുള്ളത്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മുടെ ഫണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് തന്നെ എടുത്തു തരും, ഡയറക്റ്റ് ഗ്രോത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് സൈസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിൻ്റെക്കാളും ഈ മണി കൺട്രോളിൻ്റെ ഇതിൽ കാണുന്ന അവരുടെ ഫണ്ട് സൈസ് 5,614 ഫണ്ട് സൈസ് എൻ്റെ AUM ഉള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ ഒരു
10,000 രൂപ വെച്ചിട്ട് 5 വർഷം കൊണ്ട് നിക്ഷേപിച്ചിരുന്നെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വർഷം നമുക്കൊന്ന് എടുക്കാം. 2018 നമ്മൾ ഡിസംബറിൽ ഇന്നിപ്പോൾ 23 അവർ 24 നമ്മൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ, 24 നിക്ഷേപിച്ചിരുന്നുണ്ടെന്നുവെച്ചെങ്കിൽ, അപ്പോൾ അതിൻ്റെ നമ്മുടെ ടോട്ടൽ നിക്ഷേപം 6 ലക്ഷമാണ് വരിക. 10, 100, 1000, 10 ലക്ഷം, 6 ലക്ഷം. 6 ലക്ഷമായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക. അത് വന്നിട്ട് അത്യാവശ്യം ഒരു ലാഭത്തിലാണ് ഇത് കാണുന്നത്. ഒന്നുകൂടി ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ അത് 6 ലക്ഷം ഉള്ളത് വന്നിട്ട് ഇത് 14 ലക്ഷമായിട്ട് മാറും. 14, 1, 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, 14 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. 14 ലക്ഷമായിട്ട് മാറുമ്പോൾ അതിൽ നമുക്ക് 35% ലാഭം കാണിക്കുന്നുണ്ട്. 35% ലാഭം എന്ന് പറയുമ്പോൾ അത് നല്ല അത്യാവശ്യം തെറ്റില്ലാത്തൊരു ലാഭമാണ്. 82,257 രൂപ ലാഭം കിട്ടുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു 35% റിട്ടേൺ ഉണ്ട്. ഇത് ബെഞ്ച് മാർക്കിന്റെ താഴെയാണ് ഇത് നിൽക്കുന്നത്. കാരണം ELS ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ നെഫ്റ്റിയുടെ അത്രയും തന്നെ പോവില്ല, അതിൻ്റെ ഇത്തിരി താഴെയാണ് വരിക. അതിൻ്റെ താഴെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻസെപ്ഷൻ ഡേറ്റ് മുതൽ 782% കിട്ടിയിട്ടുണ്ട്. ആനുവലൈസിൽ നമുക്ക് നോക്കുമ്പോൾ 21, 5 വർഷത്തേക്ക് 30, 3 വർഷത്തേക്ക് 35, അങ്ങനെ അങ്ങനെ വരുന്നുണ്ട്. അത് നല്ല ഒരു റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടാണ്. ഇനി അടുത്തൊരു ഫണ്ടിലേക്ക് നമുക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിനൊക്കെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു ഫണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മണി കൺട്രോളിന്റെ സൈറ്റിൽ തന്നെ നമുക്ക് നോക്കാം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് എങ്ങനെ കാണിക്കുന്നുള്ളത്. ബാങ്ക് ഓഫ് ഇന്ത്യ ELSS, ബാങ്ക് ഓഫ് ഇന്ത്യ ടാക്സ് സേവർ ഫണ്ട്, ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നാണ് അവർ പറയുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ട് അതിൻ്റെ ഗ്രോത്താണ്. അതിൻ്റെ ഒരു AUM കാണിക്കുന്നത് 951 AUM അതിനിത്തിരി കുറവാണ്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറവെന്ന് പറയാൻ പറ്റില്ല, ഒരു 1000-ൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതിങ്ങനെ വളർന്നു പോകുന്നതാണ്. ക്രിസൽ റേറ്റ് 3 ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SIP കാൽക്കുലേറ്റർ 10,000 രൂപ വെച്ചിട്ട് ഇടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അത് 2000 സ്റ്റാർട്ട് ഡേറ്റ് 2018 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2018 തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബറിൽ തന്നെ ഒരു 24-ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ 24 ഡേറ്റ് സെലക്ട് ചെയ്യാം. അത്രയും ആ ഡേറ്റിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2023 എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2023 വന്നിട്ട് അതിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 6 ലക്ഷമാണ് നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അതിപ്പോൾ ഒരു 11 ലക്ഷമായിട്ട് വരുന്നുണ്ടെന്നല്ല കാണിക്കുന്നത്. 5 ലക്ഷത്തിന് മേലെ അതിന് ലാഭം കാണിക്കുന്നത്. 5,76,730 ലാഭം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 27% ലാഭമുണ്ട്. അത്യാവശ്യം നല്ല ലാഭം തന്നിട്ടുള്ള ഒരു ഫണ്ടാണിത്. അപ്പോൾ അതിൻ്റെ നമുക്കതിൻ്റെ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻസെപ്ഷൻ ഡേറ്റ് മുതൽ 557% അബ്സൊല്യൂട്ട് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 വർഷം മുതലാണ് 197 അബ്സൊല്യൂട്ട് റിട്ടേൺ ആണ്. ആനുവലൈസിൽ നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ 5 വർഷത്തേക്ക് 24%, ഒരു വർഷത്തേക്ക് 34%. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇൻകം ഉണ്ട്, അതിൻ്റെ റിട്ടേൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടാക്സിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിനി ബന്ധൻ ബാങ്കിലേക്ക് പോവാം. ബന്ധൻ ബാങ്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബന്ധൻ ബാങ്കിൻ്റെ ഒരു പെർഫോമൻസ്, ബന്ധൻ ബാങ്ക് ELSS, ബന്ധൻ ബാങ്ക് ELSS പറയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ വന്നിട്ട് ബന്ധൻ ബാങ്ക് ELSS ഇത് ഡയറക്റ്റനാണ്. അതിൻ്റെ ബന്ധൻ ബാങ്ക് വന്നിട്ട് നമുക്കതിൻ്റെ ഒരു കാൽക്കുലേറ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ SIP കാൽക്കുലേറ്റർ ബന്ധൻ ബാങ്ക് അത് 10,000 വെച്ച് നമ്മൾ ഇട്ടിരുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ഒരു SIP വരികയാണെന്നുണ്ടെങ്കിൽ 2018 എടുത്തു കഴിഞ്ഞാൽ 2018, 23 എടുത്തു കഴിഞ്ഞാൽ ഒരു 12, 10, 100, 1000, 14 ലക്ഷം, 1,20,000 രൂപയാണ് ഇതിൻ്റെ ഇതിൽ കാണിക്കുന്നത്. ഇതിനെ കാണിക്കുന്ന ഇത്തിരി വ്യത്യാസമുണ്ട്. അല്ല, 6 ലക്ഷമാണ് കാണിക്കുന്നത്. 6 ലക്ഷം വന്നിട്ട്
സെൽ വാല്യൂ 10,87,804 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4,87,804 ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് 24% അതിൻ്റെ ലാഭം കാണിക്കുന്നുണ്ട്. അപ്പോൾ അബ്സൊല്യൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻസെപ്ഷൻ ഡേറ്റ് മുതൽ 363, പിന്നെ അതുപോലെ 5 ഇയർ 122, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആനുവലൈസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ 5 ഇയേഴ്സിന് 17 ആണ്, പിന്നെ ഒരു വർഷത്തിന് 31.68%. പിന്നെ ടാക്സിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇതിൻ്റെ AUM നമുക്ക് നോക്കാം. ഇതിൻ്റെ AUM എന്ന് പറഞ്ഞാൽ ഇതിന് 12,197 ആണ് ഇതിൻ്റെ AUM കാണിക്കുന്നത്. ഇത് HDFC ആണ്, ബന്ധൻ ബാങ്ക് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ HDFC ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. HDFC നോക്കാം. HDFC കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമുക്ക് ബന്ധൻ ബാങ്ക് സെർച്ചിൽ വന്നുള്ള ബന്ധൻ ബാങ്കിലേക്ക് പോയി നോക്കാം. ഇനി ബന്ധൻ ബാങ്ക് ബന്ധൻ ബാങ്ക് അതിൻ്റെ സെർച്ചിൽ എത്ര കിട്ടുന്നില്ല. മണി കൺട്രോളുള്ള സൈറ്റാണ് ബന്ധൻ ബാങ്ക്. ELSS വന്നിട്ട് ബന്ധൻ ബാങ്ക് ഇതിൻ്റെ സെർച്ചിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പം ബന്ധൻ ബാങ്ക് വിട്ടു. ബന്ധൻ ബാങ്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ടെക്നിക്കലി എന്തോ ഇഷ്യൂ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് HDFC ELSS പരിശോധിച്ച് നോക്കാം. HDFC വന്നിട്ട് HDFC ELSS ടാക്സ് സേവർ ഫണ്ട് എന്നാണ് അതിന് പറയുന്നത്. HDFC ELSS ടാക്സ് സേവർ, അതിൻ്റെ ഗ്രോത്ത് ആണ് ഡയറക്റ്റ് പ്ലാൻ. അതിൻ്റെ AUM വന്നിട്ട് 12,197 കോടിയാണ്. 12,197 കോടിയുടെ ഫണ്ടാണത് അവരുടെ അടുത്തുണ്ട്. അതിൻ്റെ ക്രിസിൽ റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. ക്രിസിൽ റേറ്റ് 5 ഉണ്ട്. അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫണ്ടാണത്. അതിൻ്റെ SIP നമ്മൾ എടുക്കുകയാണെങ്കിൽ 2018 മുതൽ SIP എടുത്തു കഴിഞ്ഞാൽ 2018 ഡിസംബർ 23 മുതൽ 23 നമ്മൾ SIP എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ 24%. മൊത്തം 6 ലക്ഷം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും. ഈ 6 ലക്ഷം നിക്ഷേപിച്ചതിന് 10,87,804 അതിൻ്റെ സെൽ വാല്യൂ ഉണ്ട്. മൊത്തം പ്രോഫിറ്റ് 4,87,804 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഫണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നല്ല ഫണ്ടാണ്. ഇപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ചാർട്ട് എന്ന് പറയുമ്പോൾ ചാർട്ട് എപ്പോഴും ഈ ഇങ്ങനെയുള്ള ELSS ഒക്കെ മിക്കവാറും എപ്പോഴും വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ നിഫ്റ്റിയുടെ മുകളിൽ പോയിട്ടുള്ളത്. പിന്നെയൊക്കെ നിഫ്റ്റിയുടെ താഴെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഇതൊരു ടാക്സ് സേവിങ്ങും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല ഫണ്ടാണ്. പിന്നെ ഫ്ലക്ച്വേഷൻ കുറയും. പിന്നെ അതിൻ്റെ ഒരു 363 ഇൻസെപ്ഷൻ മുതലുള്ള അത് 5 കൊല്ലത്തേക്ക് 122 അബ്സല്യൂട്ട് റിട്ടേൺ. പിന്നെ ഒരു വർഷത്തേക്ക് 31.68. ആവറേജ് 5 കൊല്ലത്തെ റിട്ടേൺ 24.4%. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫണ്ടുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇനി SBI ഒന്ന് പരിശോധിക്കാം. SBIയുടെ ലോങ് ഒന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. SBI ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റിസർച്ച് നടത്തി നോക്കുകയും ചെയ്യാം. SBI ലോങ് ടൈം എന്നാണ് അതിന് പറയണത്. SBI ലോങ് ടൈം ELSS ആണ്. ELSS എന്ന് അവർ അതിന് പേരിൽ കൊടുക്കുന്നില്ല. SBI ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട് എന്ന് തന്നെയാണ് പറയണത്. ഇക്വിറ്റി ബേസ്ഡ് ആണ് അങ്ങനെ പറയണത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു AUM എന്ന് പറയുന്നത്, ഫണ്ട് സൈസ് എന്ന് പറഞ്ഞത് 17,279 ഉണ്ട്. അത് നല്ല ഒരു ഫണ്ട് റേറ്റ് ആണ്. ക്രിസിൽ റേറ്റിംഗ് 5 ഉണ്ട്. ക്രിസിൽ റേറ്റിംഗ് ആണ് കാണുന്നത്. പിന്നെ നമ്മളിത് മണി കൺട്രോളിൻ്റെ തന്നെ ഒരു സൈറ്റിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5 വർഷത്തേക്കുള്ള ഒരു SIP കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ 5 വർഷത്തേക്ക് അതൊരു 18 മുതൽ നമുക്ക് വീണ്ടും ഇത് എടുത്തു നോക്കാം. 5 വർഷത്തേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മളൊരു വീണ്ടും ഇത് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നോക്കട്ടെ. സബ്മിറ്റ് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അതിന് കാണിക്കുന്നുണ്ട്. ഈ ഫണ്ടിൻ്റെ എന്തോ ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അത് വീണ്ടും കിട്ടണേ നോക്കാം. അല്ലെങ്കിൽ ഇല്ല, കിട്ടുന്നില്ല. അത് സെർച്ചിൽ വരുന്നില്ല. പക്ഷെ അത് നല്ല ഒരു റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടാണ്. അതിൻ്റെ ആവറേജ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് തെറ്റില്ലാത്തൊരു റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടാണത്. ആവറേജ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിൻ്റെ ചെറിയ സെർച്ചിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അത് 1 ഇയർ അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുമ്പോൾ 37%. ഇൻസെപ്ഷൻ മുതൽ ഒരു 412 ഉണ്ട്. പിന്നെ 5 കൊല്ലത്തേക്ക്
അബ്സല്യൂട്ട് റിട്ടേൺ 146.4 അതിൻ്റെ എക്സാക്റ്റ് ആനുവലൈസ്ഡ് റിട്ടേൺ 19 പക്ഷേ ഒരു വർഷത്തേക്ക് 37. മൊത്തത്തിൽ ഇത്തരം ഫണ്ടുകൾ നല്ല ഫണ്ടുകളാണ്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ മാർക്കറ്റിൽ നമ്മുടെ പുസ്തകമുണ്ട്, ദി ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഷെയർ മാർക്കറ്റിലൂടെ നേട്ടം ഉണ്ടാക്കാന്നുള്ള ബുക്കുണ്ട്. അതിൻ്റെ ഈ ഡീറ്റെയിൽസ്, അതിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ സാമ്പത്തിക സാക്ഷരതയിൽ എത്തുന്നതിൽ നിങ്ങൾ ഒപ്പുണ്ടാവണം. അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കുക, ആളുകളിലേക്ക് കൂടുതൽ എത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.